അജ്വ ഭാഗം 9. എന്നോടുള്ള ദേഷ്യത്തിന് ഉമ്മയോട് തർക്കിക്കുന്ന ഇക്കാക്കാൻ്റെ മുന്നിൽ തലകുനിച്ച് കണ്ണു നിറച്ച് നിസ്സഹായതയോടെ നിൽക്കുന്ന ഉമ്മനോട് എനിക്ക് സഹതാപം തോന്നി. പാവം, എനിക്ക് വേണ്ടിയാണ് എല്ലാം കേൾക്കുന്നത്. എൻ്റെ വാശിക്ക് മുന്നിൽ ഉമ്മ മുട്ടുകുത്തിയിരിക്കുകയാണ്. അല്ല, ഞാനെന്താ പറയുന്നത്? ഒരു പിടുത്തവുമില്ല അല്ലേ? ഇത് ഞാനാട്ടോ, നിങ്ങളെ ഷാ. അന്നത്തെ വീഴ്ചയിൽ ആരൊക്കെയോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. 2 ദിവസം കഴിഞ്ഞാണ് ബോധം വന്നത്. എന്നിലുള്ള പടച്ചോൻ്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. കാരണം ഒരുപാട് ഇഷ്ടമുള്ളവരെയല്ലേ അള്ളാൻ്റെ പരീക്ഷണം കൂടുതൽ നേരിടേണ്ടി വരുന്നത്. ബോധം വന്നപ്പോഴാണ് ഒരു ഞെട്ടലോടെ ഞാനത് മനസ്സിലാക്കിയത്. എൻ്റെ അരക്ക് കീഴ്പോട്ട് ചലനമില്ലെന്ന്. ഒരു ദീർഘനിശ്വാസത്തോടെ ഞാൻ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ കരഞ്ഞു വീർത്ത കണ്ണുകളുമായി ഉമ്മ അടുത്തിരിക്കുന്നതാണ് കണ്ടത്. ഇന്നിപ്പോൾ 2 ആഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഡിസ്ചാർജായി. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞാണ് ഇക്കാക്ക വന്നത്. ഞാൻ അങ്ങോട്ടില്ലെന്നും പറഞ്ഞു. അതിനാണ് മൂപ്പര് ഉമ്മയുമായി തർക്കിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകൂ. അങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ ഉമ്മാക്ക് ഇക്കാക്കാനോടൊപ്പം പോകാം എന്ന് പറഞ്ഞതുകൊണ്ട് ഓൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന മറുപടിയിൽ ഉമ്മ ഇക്കാക്കാനെ മടക്കി അയച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഓഫീസിലെ ഓരോരുത്തരും ഇടയ്ക്ക് വന്നുപോയി. ഇന്ന് രാവിലെ ആയിഷ വന്നിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന് എനിക്ക് സന്തോഷം തരുന്ന വാർത്തയുമായാണ് അവൾ വന്നത്. എന്താന്ന് വെച്ചാൽ ഓഫീസിലിരുന്ന് ചെയ്യുന്ന വർക്ക് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാമെന്ന്. അതിനു വേണ്ട സഹായങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു തന്നു. അതുമാത്രമല്ല, എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കുക എന്നത് ഉമ്മാക്ക് വലിയ കഷ്ടം തന്നെയാണ്. അതിനൊരു പരിഹാരം കാണണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം ഇനി ഒരിക്കലും എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞ ഇനി വല്ല മിറാക്കിളും സംഭവിക്കണം. മനസ്സിലായില്ലേ? അത്ഭുതം സംഭവിക്കണമെന്ന്. എന്തായാലും അതിനുള്ള പ്രതിവിധിയും ആയിഷ തന്നെ കണ്ടെത്തി. ഓൾ ഇവിടുന്ന് ഒരു ഹോം നഴ്സിനെ ഒപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ അയാൾ ജോയിൻ ചെയ്യും. അതോടെ ഉമ്മാക്ക് കുറച്ച് സമാധാനമാവും. ഇന്നേക്ക് ഞാനിവിടെ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞു. കുഞ്ഞോൾ ഒരു തവണ വിളിച്ചിരുന്നു. ഇനി പെട്ടെന്ന് വിളിക്കില്ലെന്നും അവർക്കെന്തോ ഡൗട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറാൻ പറ്റുമെങ്കിൽ മാറാനും പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഹോം നഴ്സിനെ അന്വേഷിച്ച് വന്ന ഒരാളോട് നാളെ മുതൽ വരാമെന്ന് പറഞ്ഞത്. ഒരാണിനെയാണ് അസുഖമെന്നും ആക്സിഡൻ്റ് ആണെന്നും ഒരുമ്മ മാത്രമേ ഉള്ളൂ അവർക്ക് സഹായത്തിനാണെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിച്ചില്ല. ഇവിടുന്ന് മാറുക എന്ന ലക്ഷ്യമാണ് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇനി എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം.